നമസ്കാരം. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചിലരുടെ പേരുകൾ ഉയർന്നു വന്നപ്പോൾ അന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. KCയുടെ ആളുകളെ മന്ത്രിസഭയിൽ കുത്തിത്തിരുകാൻ വേണ്ടി നടത്തിയ നീക്കത്തിൽ യോഗ്യതയില്ലാത്ത പലരും ഉൾപ്പെട്ടുവെന്നായിരുന്നു പ്രധാനമായി ഉയർന്ന പരിഹാസവും വിമർശനവും. പലരുടെയും പേരുകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഇവർ മന്ത്രിയായാൽ എന്ത് ചെയ്യാനാണെന്ന് ചിന്തിച്ചവരും കുറവായിരുന്നില്ല. അക്കൂട്ടത്തിൽ കോൺഗ്രസുകാർ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ മന്ത്രിസ്ഥാനം ലഭിച്ചപ്പോൾ ഏറെ പരിഹസിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു ഇപ്പോഴത്തെ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹം മന്ത്രി എന്ന നിലയിലുള്ള തൻ്റെ പ്രവർത്തനങ്ങളിൽ പുലർത്തുന്ന മിടുക്കും കൃത്യതയും കൊണ്ട് ഇതിനകം ശ്രദ്ധേയനായി കഴിഞ്ഞു. രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്കും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന പുതിയ വിവാദങ്ങൾക്കും മുന്നിൽ പതരാതെ തികഞ്ഞ പക്വതയോടെയും വസ്തുതാപരമായ തെളിവുകളോടെയുമാണ് അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇതുതന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യനാക്കുന്നത്. വിവാദ വിഷയങ്ങളിൽ കൂടുതൽ കുഴപ്പത്തിൽ ചെന്ന് ചാടാതെ അളന്നു മുറിച്ചുകൊണ്ട് എന്നാൽ കൃത്യമായ മറുപടിയുമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതൊക്കെയും. അടുത്തിടെ ഏറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച മെസ്സിയുടെയും അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ OJ ജനീഷ് നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിലെ ഭരണാധികാരിയുടെ പക്വത വ്യക്തമാക്കുന്നതായിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന നടപടിക്രമങ്ങളിലെ വീഴ്ചകളെയും നിയമലംഘനങ്ങളെയും കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം കൃത്യമായി കണക്കുകളോടെ വിശദീകരണം നൽകി. വൈകാരികമായ പ്രസ്താവനകൾക്ക് പകരം കായിക വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലെ വസ്തുതകൾ മുൻനിർത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. ആരോടും വ്യക്തിപരമായ വിരോധമില്ലെന്നും എന്നാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV MD ആൻഡ്രോ അഗസ്റ്റിന്റെ വെല്ലുവിളിയെ അദ്ദേഹം നേരിട്ട രീതിയും പ്രശംസനീയമായിരുന്നു. മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ തെളിയിച്ചാൽ 1 കോടി രൂപ ഇനാം നൽകാമെന്ന റിപ്പോർട്ടർ ചാനൽ MDയുടെ പ്രസ്താവനയ്ക്ക് ഇത് റിയാലിറ്റി ഷോ പോലെ മത്സരം നടത്തി ഇനാം പ്രഖ്യാപിക്കേണ്ട വിഷയമല്ലെന്നും രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കേണ്ടതെന്നുമായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി. വെല്ലുവിളികൾക്ക് മുന്നിൽ അതിനേക്കാൾ വലിയ വെല്ലുവിളി നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളെ കണ്ട് ശീലിച്ചവർക്ക് നിയമത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് മന്ത്രി നടത്തിയ ഈ മറുപടി ഏറെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. അതുപോലെ ജനീഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജെയ്സൺ ജെയിംസും കരുനാഗപ്പള്ളി MLA CR മഹേഷും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്ര വിവാദമായപ്പോഴും ജനീഷ് കൃത്യമായി തന്നെ മറുപടി നൽകി. എൻ്റെ സ്റ്റാഫ് ആയതുകൊണ്ട് പ്രത്യേക ഇളവുകളൊന്നുമില്ല, അങ്ങനെ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള നിയമം എന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിന് പ്രത്യേകിച്ച് ഭരണഘടനാപരമായ പ്രത്യേകതയൊന്നുമില്ല. അവർ തെറ്റ് ചെയ്താൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന നിയമമനുസരിച്ചുള്ള ഫൈൻ കൊടുക്കേണ്ടി വരും. വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ആര് ലംഘിച്ചാലും നടപടിയെടുക്കാം എന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം. വിഷയത്തിൽ മന്ത്രി ഉരുണ്ടുകളിക്കും ന്യായീകരിക്കും എന്നൊക്കെ കരുതിയ സ്ഥാനത്ത് അവിടെയും കൃത്യമായ മറുപടി തന്നെ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു. ഇതാകട്ടെ ഈ വിഷയം ആളിക്കത്തിക്കാമെന്ന് കരുതിയ ചില മാധ്യമങ്ങൾക്കുള്ള അടി കൂടിയായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രകോപിതനാകാതെ ഉന്നയിക്കപ്പെടുന്ന ഓരോ വിഷയത്തെയും പക്വതയോടെ നേരിടുന്ന അദ്ദേഹത്തിന്റെ ശൈലി മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെ അദ്ദേഹവും രാഷ്ട്രീയമായി വളർന്നു കഴിഞ്ഞുവെന്നതിന്റെ അടയാളം കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ തന്നെ പുതിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും കായിക മേഖലയിലെ അഴിമതികൾ തുടച്ചു നീക്കാനും ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു മന്ത്രി എന്ന പ്രതിച്ഛായ വളർത്തിയെടുക്കാനും ഇത്തരം നിലപാടുകളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വിവാദങ്ങളിൽ അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കിയുള്ള അദ്ദേഹത്തിന്റെ ശൈലി പൊതുസമൂഹത്തിലും വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. മറ്റു മന്ത്രിമാർക്കൊപ്പം കേരള മന്ത്രിസഭയിലെ മിടുക്കനായ യുവമുഖമായി OJ ജനീഷ് അതിവേഗം വളരുക തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂവപ്പടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് KSUയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമാകുന്നത്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുമ്പോൾ KSU ജില്ലാ വൈസ് പ്രസിഡന്റുമായി. ഇതിനിടയിൽ നിയമപഠനം പൂർത്തിയാക്കി തൃശൂർ ബാറിൽ അഭിഭാഷകനായി പ്രാക്ടീസും തുടങ്ങി. ഈ കാലയളവിൽ ആദ്യമായി എത്തിയതാണ് ഒരു ദിവസത്തേക്ക് മാത്രമായി KSU ജില്ലാ പ്രസിഡന്റ് അപ്രതീക്ഷിത ചുമതല. പിന്നീട് ഇതേ സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പിന് അതീതമായി വോട്ടുകൾ നേടി സംസ്ഥാന വൈസ് പ്രസിഡന്റായി. പിന്നീട് അപ്രതീക്ഷിതമായി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. ഇന്ത്യ യുണൈറ്റഡ് പദയാത്ര, രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര എന്നിവയുടെ സംഘാടനത്തിൽ പ്രധാന പങ്ക് വഹിച്ചതോടെ അദ്ദേഹം നേതൃനിരയിലേക്ക് ഉയർന്നു. കോവിഡ് കാലത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്കുള്ള മേൽനോട്ടവും വഹിച്ചിരുന്നു. പരിപാടികളുടെ പ്രചാരണ പോസ്റ്ററുകളിൽ നിന്ന് തൻ്റേതടക്കമുള്ള ചിത്രങ്ങൾ ഒഴിവാക്കി മാറ്റം കൊണ്ടുവന്നതിനും പ്രത്യേക അഭിനന്ദനം അദ്ദേഹം നേടിയിരുന്നു. ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായ കൊടുങ്ങല്ലൂർ തിരിച്ചുപിടിക്കാൻ പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതിനെല്ലാത്തിനും ഒടുവിൽ അദ്ദേഹത്തിന് ലഭിച്ച മന്ത്രി പദവി ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ചതിന് ജനീഷിന് ലഭിച്ച അംഗീകാരം കൂടിയായിരുന്നു.